ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ഗാഡ്ജറ്റ്സുമായിട്ടാണ്. ഇതൊന്നും ഞാൻ സെല്ല് ചെയ്യുന്നതല്ല, ഞാൻ എല്ലാ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. നിങ്ങളിപ്പം പുതിയതായിട്ട് ഏതെങ്കിലും സിറ്റിയിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ച് തുടങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ മിനിമമായിട്ട് വേണ്ട യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഒത്തിരി റിസർച്ച് ചെയ്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. മിനിമൽ സ്പേസിൽ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്കുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് ചൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ എന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 റീസൺസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന കുക്ക് വെയർസ് ആണെങ്കിലും യൂട്ടൻസിൽസ് ആയാലും ഞാൻ കുക്കിംഗ് പഠിച്ച് തുടങ്ങിയപ്പോഴത്തെയാണ്. അപ്പം ഞാനിത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഇപ്പോൾ അത് കരിഞ്ഞൊരു അവസ്ഥയായിട്ടുണ്ട്. എനിക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത്തിരി കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഓക്കെയാണ് കുക്കിങ്ങിൽ എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. കുറച്ചും കൂടി മൾട്ടിപർപ്പസ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്കിതൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിലൊന്ന് റീപ്ലേസ് ചെയ്യാമെന്ന്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഒരു 1 BHKയിലാണ്. ഇച്ചിരി ഔട്ടറായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചണ്. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് കൊളാബ നേവി നഗറിലേക്കാണ്. അപ്പോൾ ഡിഫൻസിലുള്ളവർക്ക് അവരുടെ ഫാമിലിക്കും മനസ്സിലാവുമായിരിക്കും. അവിടുത്തെ 1 RK എന്ന് പറയുന്നത് ഒരു ബെഡ്റൂം തന്നെ ടോയ്ലറ്റും കിച്ചണും ഒക്കെ ആയിട്ട് അവർ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുക. സ്പേസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ആ ഒരു മിനിമൽ സ്പേസിൽ മിനിമം സാധനങ്ങൾ എങ്ങനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം, റിസർച്ച് ചെയ്താണ് ഇത്ര സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ പുതിയ സിറ്റിയിലേക്ക് മൂവ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് മിനിമം സ്പേസേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്ന സാധനങ്ങളെല്ലാം യൂസ്ഫുൾ ആയിരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ ഒരു കുക്കിംഗ് സ്റ്റൈൽ ആയിരിക്കത്തില്ല നിങ്ങളുടെ കുക്കിംഗ് സ്റ്റൈല്. ഞാൻ സൗത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ടാക്കും, അല്ലാത്ത ഫുഡും ഉണ്ടാക്കും. എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൈലബിലിറ്റി കുറവാണല്ലോ. അപ്പോൾ കൂടുതലും ഇപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യൻ ഫുഡ്സാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അതിനോടാണ് ഇപ്പോൾ ക്രേവിങ് കൂടുതൽ. നാട്ടിൽ നിന്ന് പോകുന്നത് പിന്നെ ഒരുവിധം എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റുന്ന പോലത്തെ യൂട്ടൻസിൽസും കുക്ക് വെയർസുമാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് ലോങ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതെല്ലാം ഇപ്പോൾ പാക്ക്ഡാണ്. ഇപ്പം ഞാൻ ഇതെല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോഴാകുമ്പോൾ ഇതേപോലെ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഇതെല്ലാം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ പാക്ക് ചെയ്ത് അയച്ചതുപോലെ എനിക്ക് തിരിച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നും യൂസ് ചെയ്യാൻ എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്കെങ്കിലും ഇത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്സ് എല്ലാം നിങ്ങൾക്ക് വരും. ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനിത് വാങ്ങിച്ചിട്ട് ഇത് യൂസ്ഫുൾ അല്ല, അല്ലെങ്കിൽ ഇത് പറയുന്ന പോലെയല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂ തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ ഞാൻ ഷോർട്സ് ഇടാം.